നമ്മുടെ ടൊവിനോ സൈലം അവാർഡ്സ് 2024 പോയ സമയത്ത് പേർലി മാണി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അതിന് ടൊവിനോ കൊടുത്ത ആൻസർ, അതിൻ്റെ കമൻറ്റ് ബോക്സ്, പിന്നെ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇത് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വലിയ സീനില്ല, ഇതന്നെ ആണുങ്ങൾ സഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആണുങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആണുങ്ങളുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ടോ ടൊവിനോനോട് ഒരു ചോദ്യം എന്തുകൊണ്ടാലും ചോദിക്കുന്നില്ല. ടൊവിനോ എന്നല്ല, ഒരാണുങ്ങളോടും എവിടെയും ചോദിക്കുന്നില്ല. ഒരു സ്റ്റേജിലും അങ്ങനെ ഒരു ചോദ്യം എവിടെയും കാണുന്നില്ല. ഇനി ടൊവിനോ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇനി എവിടെയെങ്കിലും ഓക്കെ ആണുങ്ങൾക്കും ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസപ്ഷൻ കിട്ടുമോ ടൊവിനോക്ക്? സോ ടൊവിനോ എവിടെയോ ഫേക്ക് ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേര് പേഴ്സണലി ഇത് സെൻഡ് ചെയ്തിട്ട് ബ്രോ ഒരു ഒപ്പീനിയൻ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇത് സൈലം അവാർഡ്സ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു ക്രൗഡിൽ മെജോറിറ്റി ലേഡീസാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പേർലി മാണി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടൊവിനോട് അടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഓഡിയൻസിൽ മെജോറിറ്റി വി ഹാവ് ബോയ്സ് ഓൾസോ. ബോയ്സ് ഒരു നല്ലൊരു ചിയറിംഗ്. ഹലോ ബോയ്സ്. ബോയ്സ് ഉണ്ട് ഇവിടെ, പക്ഷെ മെജോറിറ്റി വിമൻ ആണ്. വിമൻ ടൊവിനോ എങ്ങനെയൊക്കെ നോക്കിയാലും ടൊവിനോയുടെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് ഫാൻസ് വിൽ ബി വിമൻ. ബിക്കോസ് അത് അങ്ങനെയാണ്. സോ അല്ല രണ്ടും ഉണ്ട്, പക്ഷെ പെർസെന്റേജ് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും. ബിക്കോസ് യു സൂപ്പർ കുട്ടി മാമാ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന വഴി തന്നെ പേർലി മാണി പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുറേ സ്ത്രീകളുണ്ട് അവിടെ. ഓക്കെ, ഞാൻ ടൊവിനോ ഇത് ബാലൻസ് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന റൂട്ട് തന്നെ അതാണ്. കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്നു, അതിൽ മെജോറിറ്റി സ്ത്രീകളുണ്ട്. സോ പേർലി മാണി ഇപ്പോൾ കുറച്ചായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ 1-2 വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേർലി മാണി ഇപ്പോൾ കുറച്ചും കൂടി പറഞ്ഞ വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വുമൺ എംപവർമെൻറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ തന്നെ ഒരു അങ്ങനത്തെ ആണ് എന്നുള്ളതിലേക്കാണ് അവരുടെ ബിൽഡപ്പ്, ആ ഒരു ഫോർമാറ്റ് പോകുന്നത്. ഓക്കെ, ബാക്കിയാണ്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട്, ഇപ്പൊ നമ്മൾ എല്ലാവരോടും ചോദിച്ച ഒരു ചോദ്യമാണ്, വിമൻ ആർ കമ്മിങ് അപ്പ് ഇൻ ടോപ്പ് പൊസിഷൻസ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരോട് എന്താണ് ടൊവിനോനോട് പറയാനുള്ളത്? ലൈഫിൽ ഒരു ചാലഞ്ച് വരികയാണെങ്കിൽ അതിനെങ്ങനെ ഫേസ് ചെയ്യാം എന്നായിരിക്കും ടൊവിനോ അവരോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്റെ മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത്. ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല, പെണ്ണുങ്ങൾ ഒരു പടി മുകളിലാണ്. ഓക്കെ, ഇതാണ് ടൊവിനോട് ഉത്തരം. എനിക്ക് തോന്നിയത് ഇവിടെ പേർലി മാണി ചോദിച്ച ക്വസ്റ്റ്യനും ടൊവിനോ കൊടുത്ത ആൻസറും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സംഗതി ടൊവിനോ പറഞ്ഞൊരു കാര്യം, അതായത് സ്ത്രീകളാണ് ആണുങ്ങളെക്കാൾ ഒന്നുകൂടി ഒരു പടി പവർഫുൾ. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ഈ പറഞ്ഞ എന്താ പറയുക, ഇത് സംസാരിക്കണം. ഓൾറെഡി നിങ്ങൾ പവർഫുൾ. ടൊവിനോ മീൻ ചെയ്തതാണ്. അതിൻ്റെ റിസപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള കയ്യടിയും കാര്യങ്ങളും വരുന്നു. സോ മേ ബി ആ സ്റ്റേജിൽ ഓക്കെ ടൊവിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ടൊവിനോ കൊടുത്ത ഉത്തരം, അത് ലൈക്ക് എന്താ പറയുക, അത് അവരുടെ കോൾ, പേഴ്സണൽ കോൾ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ കൊടുത്ത ഉത്തരവും ചോദിച്ച ചോദ്യം ആൻഡ് ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൻ്റെ ഒരു പാറ്റേണും ഉണ്ട്. നല്ലവണ്ണം സോപ്പിട്ടു പതപ്പിക്കുക ടൊവിനോ, ഇത് പറയുന്നതാണ് സേഫിസം എന്ന് പറയുന്നത്. ഓക്കെ, സുഖിപ്പിക്കൽ, ഇതിങ്ങനെ ട്രോൾ ചെയ്താണ്, മനസ്സിലായില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും വിവാദമാവില്ല എന്ന് ഏത് പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാമാണോ? ഇയാളുടെ ഫീൽഡിനെ പറ്റി തന്നെ 2 ക്വസ്റ്റ്യൻ, എന്നിട്ട് ഹീറോയിൻ സെൻട്രിക് ഫിലിം വന്നിട്ടുണ്ട്. ഹീറോയേക്കാൾ ഹീറോയിൻ സാലറി എത്ര ഫിലിം? ഓക്കെ ബൈ. ലുക്ക് അറ്റ് ഹിസ് ബോഡി ലാംഗ്വേജ്, ഹീ ഈസ് ജസ്റ്റ് ഫേക്കിംഗ് ടു വിൻ ദി ഓഡിയൻസ്. ഡിസപ്പോയിൻറ്റിംഗ് ടൊവിനോ. Seen many videos where he gets off the car and walks away while his wife and had to take care of the kids and walk fast behind him without any help. Easy to breathe than practice എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊന്ന് തിരിച്ചു പറഞ്ഞു നോക്കാൻ പോന്നെ നിൻ്റെ പപ്പും പൂടയും ബാക്കി ഉണ്ടാവില്ല. റിയലി മെൻ ആർ ഗ്രേറ്റ്.
നിർത്തി അപമാനിച്ചാലും നിന്ന് കേട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ സില്ലി മാറ്റേഴ്സിൽ പ്രതികരിച്ച സമയം കളയാൻ അവർ നിൽക്കില്ല. അതിനുള്ള തെളിവാണ് ഈ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ബോക്സിൻ്റെ ഒരു സെഷൻ അങ്ങനെ പോകുന്നുണ്ട്. അതായത് ടൊവിനോ ഫേക്ക് ചെയ്തതാണ്. ടൊവിനോ അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം, ടൊവിനോൻ്റെ പല ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ല. പക്ഷേ പബ്ലിക്കലി വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ ടൊവിനോ മാത്രമല്ല എല്ലാ സെലിബ്സും, എല്ലാ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് കൂടുതൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതോ വുമൺ എംപവർമെൻ്റ് ആണെങ്കിലും വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ എല്ലാവരും ഒരു പോസിറ്റീവ് നോട്ടിൽ അങ്ങനെയാണ് സംസാരിച്ച് പോകാറുള്ളൂ. അല്ലാതെ ആരും വന്നിട്ട് ഇങ്ങനെ അടിച്ച് കയറിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാറില്ല. ഓക്കെ, അതൊരു സേഫ് സോണുമാണ്. ടു ബി ഹോണസ്റ്റ്, ഇതൊരു സേഫ് സോണുമാണ്. അവിടെ അത് പറയുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു തരം റിസപ്ഷനുണ്ട്. ഇതെല്ലാം ഇവർക്കൊക്കെ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്തിട്ടും പൊതുവേദിയിൽ സംസാരിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ അറിയുന്ന ആളുകളാണ്. ദേ ആർ ആക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം കയ്യടി എപ്പോൾ എവിടുന്ന് എങ്ങനെ കിട്ടണമെന്നും എന്ത് എപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ, എയർ പോകുമ്പോഴത്തേക്കും അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു സാഹചര്യത്തിൽ എയർ പോകുന്ന പരിപാടികൾ അവർ കാണിക്കില്ല. അതാണ് അതിൻ്റെ ഒരു മാറ്റം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സ് ആണ് വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ അവർ പറയുന്നതിനോടും തെറ്റു പറയാൻ പറ്റില്ല. മേ ബി ആ ഒരു പെർസ്പെക്റ്റീവിൽ കിട്ടുന്നവരുണ്ട്. ഓക്കെ, ഇവൻ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ബട്ട് ഞാൻ പറയട്ടെ ഒരു കാര്യം, ഒരു പടി മുകളിൽ, അതായത് ടൊവിനോ പറഞ്ഞ പോലെ ആണുങ്ങളെക്കാൾ ഒരു പടി മുകളിൽ സ്ത്രീകൾ നിൽക്കുന്നു. അല്ലെങ്കിൽ ചില എന്താ പറയുക, ആണുങ്ങൾ ഒരു പടി മുകളിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. ഈ ഒരു പടി മുകളിൽ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഞാൻ കുറേ ഈ വിഷയത്തിൽ ചിന്തിക്കാനും സംസാരിക്കാനും പലരെയായിട്ടുള്ള തോട്ട്സ് ഷെയർ ചെയ്യാനും തുടങ്ങിയിട്ട് എനിക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു കാര്യമാണ് ഇന്ന് മനസ്സിലായത്. ആണോ പെണ്ണോ ഏത് ജെൻഡറോ ആയിക്കോട്ടെ, നമ്മൾ ഈക്വലായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ഈക്വലായിട്ട് നമുക്ക് ഒരു ജോലി ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടണം. നമ്മുടെ വർക്ക് അനുസരിച്ച് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മളെ വർക്ക് ഹവർ നമ്മളെ എന്തൊക്കെ നമ്മൾ ആ വർക്കിലേക്ക് ഇട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക സാലറി കിട്ടുമ്പോൾ പേ കിട്ടുന്ന സമയത്ത് ആണ് വർക്ക് ചെയ്താലും പെണ്ണ് വർക്ക് ചെയ്താലും ഈ ജെൻഡറിൽ ആര് വർക്ക് ചെയ്താലും അവർ ഇട്ട എഫേർട്ടിന് ഒരു തുല്യമായ പേയ്മെൻറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ കൂടുതൽ പണിക്കാർക്ക് കൂടുതൽ കൊടുത്തോ, ദാറ്റ്സ് ഫൈൻ, ഫെയർ ഇനഫ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് എംപവർമെൻറ്റ് എന്നുള്ള സ്റ്റേജിൽ അതും വരുന്നുണ്ട്. ബട്ട് ഇവിടെ പലരും ഈ വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു ചിന്താഗതിക്ക് സ്ത്രീകൾ ഒരുപടി മുന്നിൽ പോകണം, സ്ത്രീകൾ ഒരുപടി മുകളിൽ പോകണം. അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ വരുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ബാക്കി ഏത് ജെൻഡർ ആണെന്നുണ്ടെങ്കിലും ഈക്വലായിട്ട് പോകണം. എന്നാലേ സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും എന്തുള്ളൂ ഒരു സ്റ്റെബിലിറ്റി വരും എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ പോകുന്നൊരു കാര്യം. ബിക്കോസ് ഒരു രാജ്യത്തിന് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് ആ രാജ്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആണും വർക്ക് ചെയ്യണം, പെണ്ണും വർക്ക് ചെയ്യണം, ഏത് ജെൻഡറിലുള്ള ആരും വർക്ക് ചെയ്യണം ആ രാജ്യത്ത്. ഓക്കെ, ആണുങ്ങൾ മാത്രം വർക്ക് ചെയ്യുന്നു, സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുന്നു. നോ, അതല്ല. ഇവിടെ ലീഡർഷിപ്പ് റോളുകളിലേക്ക് ആണ് വരണം, പെണ്ണ് വരണം, ഏത് ജെൻഡറിലുള്ള ആർക്കാണെങ്കിലും അവരുടെ ആ ഒരു ഹ്യൂമൻ ബീങ്, ആ ഒരു വ്യക്തിയുടെ എബിലിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ചാൻസ് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റും കാര്യങ്ങളും അതവിടെ നിൽക്കട്ടെ. സോഷ്യൽ റൈറ്റ്സും ഇതേപോലെ തന്നെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് ജെൻഡറിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും സോഷ്യൽ റൈറ്റ്സും ഈക്വലായിട്ട് കിട്ടണം. ഓക്കെ, ആൻഡ് പേഴ്സണൽ ഓട്ടോണമി ആൻഡ് ലൈക്ക് കുറച്ചും കൂടി എങ്ങനെ വേണമെന്ന് അറിയുമോ, പേഴ്സൺ ഓറിയൻറ്റഡ് ആവണം. ഞാൻ പറയുന്നത് അങ്ങനെ സൊസൈറ്റി അങ്ങനെ ചിന്തിച്ച് തുടങ്ങണം. ഇന്നാലും ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് വരും. എൻഫോഴ്സിങ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ജെൻഡർ. അതാണ് ശരിക്കും നമുക്ക് എന്ത് വേണ്ടേ, ഒരു സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലേ. അതാണ് ഇപ്പോൾ ഈ കുറേ കാലത്തെ എൻ്റെ ഒരു പേഴ്സണൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചും ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിച്ചും ആളുകളോട് തോട്ട്സ് ഷെയർ ചെയ്തും അവരുടെ തോട്ട്സ് കേൾക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാനത് ആദ്യം അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്. ഫൈൻ. ഇനി ടൊവിനോൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യാട്ടാ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഞാൻ വെറുതെ ഒരു നിങ്ങളിവിടെ ഇത്രയും പേരിരിക്കുന്ന കാരണം കൊണ്ടൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു ലൈഫ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് സ്ത്രീകൾക്കാണ്. ഒരു ഇത്രയും ഡെസിബിൾ പെയിൻ ബെയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ളത് പെണ്ണുങ്ങൾക്കാണ്.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വിമൻ എംപവർമെന്റ് ആവശ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. യു ആർ ഓൾറെഡി പവർഫുൾ. ആ പവർ ഉപയോഗിച്ചാൽ മാത്രം മതി. ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് ആ പോയിന്റ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് ബിക്കോസ് നിങ്ങൾ ഒരു പടി ഓൾവേസ് മുന്നിലാണ് എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന് നല്ലൊരു കൈയടി കൊടുക്കുക. This is the future of Malayalam cinema. This is the face of Malayalam cinema. Tovino Thomas, who is also a hero in real life. So nallori kaidi once again. ഓക്കെ, അപ്പോൾ ടൊവിനോ ഇവിടെ പെയിൻ ബെയറിങ്ങിനെ കുറിച്ച് പറയുന്നു. പവർഫുൾ അല്ലെങ്കിൽ പവർ വരുന്നത് ഒരു ലൈഫാണ്. ഒരു സ്ത്രീയിൽ നിന്ന് അവരാണത് ബെയർ ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിനടിയിലുള്ള ചർച്ചകൾ പോകുന്നത്, അതായത് സ്ത്രീയാണ് ബ്രോ, ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരാൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പം അതിനുള്ള മറുപടി, ഒറ്റയ്ക്ക് വിചാരിച്ചുള്ളൊരു സ്ത്രീക്ക് അമ്മയാകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ബ്രോ, ഐ വർക്ക് ഇൻ മെഡിക്കൽ ഫീൽഡ്, അതുകൊണ്ട് പറയുന്നു ഒരു മെയിലിൻ്റെ അനുവാദം വേണ്ട ഒരു ഫീമെയിലിൻ്റെ അമ്മയാകാൻ. ഒരു സ്പാമറ്റോസോൺ ഡൊണേറ്റ് ചെയ്യാൻ ഒരു മെയിൽ വേണം, സത്യമാണ്. ബട്ട് അവന് ആ സ്പേം ഒരു ലേഡി ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്, ഏത് ലേഡിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാനാവില്ല. ബട്ട് ഒരു ഗർഭപാത്രം ഒരു ലേഡിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, വേർ ഐ ഷുഡ് ക്യാരി അ ബേബി ഓർ നോട്ട് എന്ന്. അപ്പോൾ അടുത്തത്, നിങ്ങളുടെ മറുപടിയിൽ തന്നെ ഓപ്പോസിറ്റ് ജെൻഡറിനുള്ള ആറ്റിറ്റ്യൂഡ് വ്യക്തമാണ്. ഫിസിക്കൽ പെയിൻ ടോളറൻസ് ചെയ്യാൻ മെയിലിനേക്കാളും ഫീമെയിലിനാണ് കഴിയുന്നത് എന്നതാണ് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആണ്. ടൊവിനോ അതാണ് പറഞ്ഞത്, അല്ലാതെ 100 കിലോ വെയിറ്റ് എടുക്കുന്ന സ്ട്രെങ്ത്ത് തെളിയിക്കുന്നതിൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ ഇത് എപ്പോഴും വരുന്ന പരിപാടിയാണ്, സ്ഥിരം വരുന്ന പരിപാടിയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ കുറേ, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മളിങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും സ്നേഹയാണെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ടൊവിനോ പറയുമ്പോഴും പറയുന്നത് സ്ത്രീ, ഗർഭം, അമ്മ, 10 മാസത്തെ പെയിൻ, കുട്ടിയെ പ്രസവിക്കുന്നത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു കോണ്ടന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈക്വലി ആണ് ഒരു അമ്മ ഫിസിക്കലി ആൻഡ് മെൻ്റലി എടുക്കുന്ന സ്ട്രെയിനും ആ അമ്മ കുട്ടിയെ പ്രസവിക്കാൻ എടുക്കുന്നൊരു ലൈക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ആ പെയിൻ മാത്രമല്ല, അതൊരു കൈൻഡ് ഓഫ് വേറൊരു സാധനമാണ്. അത് ആണായി എനിക്കിരുന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് പറ്റില്ല. പക്ഷെ ആണായതുകൊണ്ട് നമുക്ക്, അതായത് ആണുങ്ങൾക്ക് സിമിലർ കൈൻഡ് ഓഫ് ബോഡി പെയിൻ നിങ്ങൾ വിടും, മെൻ്റൽ പെയിനും സ്ട്രെസ്സും എല്ലാ ആണുങ്ങൾക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു ജെൻഡർ ഓക്കെ ഇത്രയും ഉണ്ട്, പ്രസവം അത് ഇത് എല്ലാം പറയുമ്പോഴും അതുകൊണ്ട് അവർ മുന്നിൽ അങ്ങനെയല്ല. ലൈക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു കുട്ടി, ഓക്കെ, നമ്മളൊരു പാരൻ്റ് ആകുമ്പോൾ സ്ത്രീകൾ അവരുടെ പാട്ട് ചെയ്യുന്നു, പുരുഷന്മാർ അവരുടെ പാട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പുരുഷന്മാർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു സംസാരം വരാത്തത് കൊണ്ട് മാത്രം, പുരുഷന്മാർ ചെയ്യുന്നൊരു പാട്ടിനെ കുറിച്ച് സംസാരം വരാത്തതുകൊണ്ട് മാത്രം അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുണ്ട്. ഹോണസ്റ്റായിട്ട് ഞാൻ പറയുക. കാരണം ഒരച്ഛൻ ഭാര്യ ലൈക്ക് ഗർഭിണി ആയത് മുതൽ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറേ ടാസ്കുകളുണ്ട്. ഓക്കെ, ഞാനിവിടെ സ്ത്രീകളുടെ എഫേർട്ട് ചെയ്യാൻ ഓൾവേസ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ ആണുങ്ങളുടെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്കറിയില്ല എത്ര പേര് സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ളത്, ബട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ. കാരണം ഇപ്പോൾ ടൊവിനോ ആണെങ്കിലും പറഞ്ഞു പോകുന്ന ഈ വുമൺ എംപവർമെൻറ്റും ഒരു പടി സ്ത്രീകൾ മുകളിൽ ദേ ആർ പവർഫുൾ എന്ന് പറയുമ്പോഴും അവിടെ ഈക്വലി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കോള്. ബിക്കോസ് ഒരച്ഛൻ, ചിലപ്പോൾ റെയർ കേസുകൾ കാണാം ഇത് കുട്ടികളുണ്ടാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകുന്നത്, അത് അമ്മമാരുടെ കേസിലും ഉണ്ട്, അച്ഛന്മാരുടെ കേസിലും മാത്രമല്ല. അച്ഛനിലേക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി, അയാൾക്ക് വരുന്നൊരു പ്രഷറ്, അയാൾ മുന്നോട്ട് തരണം ചെയ്യേണ്ട ടാസ്കുകൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ. ഭാര്യ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഭാര്യയ്ക്ക് അയാൾ കൊടുക്കേണ്ട ശുശ്രൂഷ, ആ ടൈമിൽ അയാൾ എന്താണെങ്കിലും ഓബ്വിയസ്ലി പൈസ വേണം, അതിനുവേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, മെൻ്റൽ സ്ട്രെസ്. അപ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന അതേ ഒരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ അച്ഛന്മാരിലും ഉണ്ട്. ഇല്ല, അത് പുറത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ആരും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അത് ചോദിക്കാറില്ല എന്നുള്ളത് മാത്രമാണ്. സോ 10 മാസം അമ്മ ഗർഭിണിയാവുമ്പോൾ അതേപോലെ എന്താ പറയുക, ഇങ്ങനെ
വിസിബിളി ഇല്ലാത്തൊരു ഗർഭം മനസ്സിനകത്ത് ചുമക്കുന്നതാണ് ആണുങ്ങൾ. മനസ്സിലായോ? ആണുങ്ങളും അതേപോലെ തന്നെ ഡെലിവറി എടുക്കും. നിങ്ങൾ ആലോചിക്കും, ലേബർ റൂമിനകത്തൊരു അമ്മ കുട്ടിയെ പ്രസവിക്കാൻ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പെയിനിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് പുറത്ത് ലേബർ റൂമിൻ്റെ മുന്നിൽ ഇരിക്കുന്ന അച്ഛന്മാർക്കും ഉള്ളത്. അത് മെൻ്റലി അവരൊരു എന്താ പറയുക, പ്രസവം നടത്തി, മനസ്സിലാണ് പ്രസവിച്ചു വരിക, അത്രയും അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ സംസാരം വരുന്ന സമയത്ത് ഇങ്ങനെ പ്രസവത്തിൻ്റെ കാര്യങ്ങളും സ്ത്രീകൾ വേണം, സംസാരിക്കണം. ബട്ട് ഞാൻ പറയുന്നത് കൂടുതലായിട്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഈക്വൽ, റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ റൈറ്റ്സ്, അങ്ങനെ സംസാരിച്ച് തുടങ്ങണം സൊസൈറ്റി. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിനകത്ത് ഈക്വൽ കോൺട്രിബ്യൂഷൻസ് വേണം. യു ക്യാൻ ടെൽ ലൈക്ക് യു ആർ സ്ട്രോങ്. സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ യു ആർ സ്ട്രോങ്, മനസ്സിലായോ? ആൻഡ് യുവർ കോൺട്രിബ്യൂഷൻസ് ആർ വൈറ്റൽ. അങ്ങനെ പറയാം, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വേണം, ഭയങ്കര വൈറ്റലാണ്. യു ആർ സ്ട്രോങ്. സോ ഈക്വലായിട്ട് ആണിനും പെണ്ണിനും ഇവിടെ എന്ത് ചെയ്യാം, ഒരു സ്പേസ് ഷെയർ ചെയ്യാം. ഒരു രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ, ഒരു വീടിൻ്റെ പുരോഗതിക്ക് ആണെന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമല്ല, വി ആർ ഈക്വൽ. ആ ഒരു സാധനം വന്നു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ജെൻഡറിലുള്ളവർക്കും നാളെ ഈ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു ജെൻഡറിൻ്റെ മുകളിലാന്ന് പറയേണ്ടി വരില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം വരില്ല. സോ വരുന്ന തലമുറ എനിക്ക് തോന്നുന്നു ഇവിടെ സംസാരിക്കേണ്ടത്, അവർ ഫൈറ്റ് ചെയ്യേണ്ടത് ഈക്വാലിറ്റിക്ക് വേണ്ട. അപ്പോൾ പലരും പറയും ആൾ പൊക്കുന്ന പോലെ 100 കിലോ പൊക്കണം. അതല്ല ഇക്വാലിറ്റി. അതല്ല ഇക്വാലിറ്റി. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പെണ്ണ് ചെയ്യണം, അതല്ല ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് റോൾസിലും ഈ പറഞ്ഞ സോഷ്യൽ റൈറ്റ്സിലും അങ്ങനെ പല 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 കാര്യങ്ങളിൽ ഇക്വാലിറ്റി വേണം, ഇക്വാലിറ്റി വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാണ് എന്ത്, വുമൺ എംപവർമെൻറ്റും അവർക്ക് വിസിബിലിറ്റിയും നിയമപരമായിട്ട് കിട്ടുന്ന, അവർക്ക് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡൊക്കെ കൊടുക്കാൻ കാരണം കറങ്ങിത്തിരിഞ്ഞ് ഇതിങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഒരു ഈക്വൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഗ്രാജ്വലി അത് വരണം. ഈ സാധനം വന്നാലേ എന്തുള്ളൂ, അടിപൊളിയാവുള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഒരു ആണ്, ഒരു പെണ്ണ്, അല്ലെങ്കിൽ വേറൊരു ജെൻഡറിലുള്ള ആരും, അവരാണ് പവർഫുൾ എന്നുള്ളത് എങ്ങനെ പറയും? ഓരോ സിറ്റുവേഷനിൽ ഓരോ വ്യക്തികളല്ലേ പവർഫുൾ ആവുന്നത്. അത് ചിലപ്പോൾ ആണായിരിക്കാം, പെണ്ണായിരിക്കാം, വയസ്സായ ഒരാളായിരിക്കും, ഒരു കുട്ടിയായിരിക്കാം, വേറെ ജെൻഡറിൽ പെട്ട ഒരാളായിരിക്കാം. പേഴ്സൺ, ആ സിറ്റുവേഷനിൽ ആ പേഴ്സണാണ് പവർഫുൾ. അത് ഏത് ജെൻഡറിൽ പെട്ട ആരും ആവാം. സോ ആ സിറ്റുവേഷനിൽ, ഒരു സിറ്റുവേഷനിൽ അത് അവരെങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുന്നു, ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ പേഴ്സൺ. പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ജെൻഡർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോമൺ രീതി ഫാക്ടറും കാണും. ആ കോമണും രീതിയും ആ ഒരു ഫാക്ടറും വെച്ചാൽ, അതായത് ഒരു കോമൺ സിറ്റുവേഷൻ എല്ലാ ജെൻഡറിലുള്ള ആളുകളും എപ്പോഴും ചെയ്യുന്ന ഒരു കോമൺ തിങ്, അത് വെച്ചിട്ട് അളന്നിട്ട് ഇന്ന ജെൻഡറിന് താഴെ, ഇന്ന ജെൻഡറിൻ്റെ മുകളിൽ, അത് ഈക്വൽ സ്പേസിലേക്ക് വരണം. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു ഇക്വാലിറ്റി എന്നുള്ള കാര്യം, ജെൻഡർ ഇക്വാലിറ്റിയാണ് മെയിനായിട്ട് ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, പറയുന്നില്ല. അത് ഓണസ്റ്റ്ലി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സംസാരിക്കേണ്ടത് ആണുങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുക സ്ത്രീകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആണുങ്ങൾ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാറില്ല, വളരെ കുറവ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വാണ്ടഡ്ലി ആ സ്റ്റെപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, കാരണം അമ്മമാരെ കുറിച്ച് പറയുന്നു, അച്ഛന്മാരെ കുറിച്ചും പറയണം, ആണുങ്ങളുടെ ലൈഫിനെ കുറിച്ചും പറയണം. മനസ്സിലായി? ആണുങ്ങളുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ആണുങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. ആണായതുകൊണ്ട് മാത്രം പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ആരും പറയാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി ഒന്ന് സ്ത്രീകളാണ് പൊതുവെ ആണുങ്ങളെ കുറിച്ച് പറയാത്തത്. മനസ്സിലായി? ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് തന്നെ റെയറാണ്. പക്ഷെ ഒരു സ്ത്രീ ആണിനെ കുറിച്ചിട്ട്, ഒരു ആണിൻ്റെ സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നത് വളരെ റെയറായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കത് കൂടുതലായിട്ട് ആണുങ്ങൾ തന്നെയാണ് സ്ത്രീകളുടെ കാര്യങ്ങളും സംസാരിക്കാറ്. സോ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈക്വലായിട്ട് എല്ലാവരുടെ സ്ട്രഗിളും കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഒരു വീടിൻ്റെയും ഒരു നാടിൻ്റെയും ഒക്കെ ഈ ലോകം തന്നെ അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ എല്ലാ ജെൻഡറും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ.